നക്ഷത്ര തിളക്കത്തിൽ ഇന്ന് നമ്മോടൊപ്പം ഉള്ളത് നാട്ടിലെ കലാപ്രവർത്തനങ്ങളിൽ സജീവമായി പങ്കെടുക്കുന്ന അജിൻസനാണ്. നമസ്കാരം. നമസ്കാരം. എന്താണ് വിശേഷം? ഭയങ്കര തണവാണല്ലോ കൈയൊക്കെ. കുറച്ച് ചൂടൻ സബ്ജക്റ്റുകളാവാം. അജിൻസാ, അജിൻസിനെ സംബന്ധിച്ചിടത്തോളം ഇക്കഴിഞ്ഞ ദിവസങ്ങളൊക്കെ വളരെ സന്തോഷം നിറഞ്ഞ ദിവസങ്ങളായിരുന്നു എന്ന് ഞാൻ പറഞ്ഞാൽ തെറ്റില്ലല്ലോ? ഇല്ല. കാരണം ശാലോം പോലൊരു ചാനലിലെ സത്യസഞ്ചാരി എന്ന് പറയുന്ന ഒരു സീരീസ്, എത്ര എപ്പിസോഡ് ഉണ്ട്? 5 എപ്പിസോഡുകളുള്ള ഒരു സീരീസില് അത്യാവശ്യം ശ്രദ്ധിക്കപ്പെടുന്ന ഒരു വേഷം ചെയ്ത് നാട്ടിലൊരു സ്റ്റാർ പരിവേഷം കിട്ടിയിട്ടിരിക്കുകയാണ് അജിൻസൻ, അല്ലേ? അങ്ങനെയല്ല, അതില് അഭിനയിക്കാനായിട്ടൊരു അവസരം കിട്ടി. അപ്പോ ആ അവസരം കിട്ടിയെന്ന് മാത്രമല്ല, ഞാനത് കണ്ടവരുടെ അഭിപ്രായം കേട്ടു. അത് കണ്ടവർ എന്നോട് പറഞ്ഞത് അജിൻസൻ അതിൽ കസറിയതാണ്. അത് ശരിക്കും അങ്ങനെ ഒരു അവസരം കിട്ടാൻ കാരണം തന്നെ നമ്മള് ഒന്നാമത് പാവട്ടിക്കാരനായതുകൊണ്ട് അതൊരു അച്ഛന്റെ മൂവിയായിരുന്നു. ഒരു ബയോപിക് ആണ്. അപ്പൊ പാവട്ടിക്കാരെ വേണമെന്നുള്ളതൊരു അത്യാവശ്യം നല്ല പ്രൊഡക്ഷനിലാണ്. അതെ, അതിന്റെ 40 ലക്ഷം രൂപ ബഡ്ജറ്റുള്ള ഒരു മൂവി തന്നെയായിരുന്നു. അപ്പൊ അതില് അഭിനയിക്കാൻ പറ്റിയെന്നത് വലിയൊരു കാര്യമാണ്. ഒരു മുഖ്യധാര ഒരു മുഖ്യ മാധ്യമത്തിൽ. അതെ, അത് ശാലോം നമ്മളിങ്ങനെ നിറഞ്ഞു നിൽക്കുക. അതെ, അത് മാത്രല്ല പിന്നെ നാട്ടിൽ മറ്റേ ഫ്ലെക്സും കാര്യങ്ങളൊക്കെ വെച്ചു. അപ്പൊ അതൊക്കെ നമ്മളെ സംബന്ധിച്ച് ഫ്ലെക്സിലൊക്കെ അജിൻസിന്റെ ഫോട്ടോ ഉണ്ടായിരുന്നു. അപ്പൊ വലിയൊരു അനുഭവമാണ്. അതെ, അത് നമുക്കും പിന്നെ നമ്മുടെ ഫാമിലിക്കാണെങ്കിലും വീട്ടുകാരെന്ത് പറഞ്ഞു? വീട്ടുകാർക്ക് ഒരുപാട് സന്തോഷമായി. കാരണം അത് ദുഃഖ വെള്ളിയാഴ്ച നമ്മുടെ പള്ളിയില് അത് സ്ക്രീനിൽ കാണിച്ചു. അപ്പൊ ധാരാളം പേര് അത് കണ്ടു. പിന്നെ നമ്മൾ അത് ആളുകൾ കാണുമ്പോ അതിപ്പോ സാധാരണ ഞാൻ സിനിമകളിൽ കണ്ടിട്ടുണ്ട്. അതായത് ഈ സംഭവം അവിടെ കാണിച്ചുകൊണ്ടിരിക്കുമ്പോഴേ നമ്മളിങ്ങനെ സൈഡിലുള്ള ആൾക്കാരൊക്കെ ഇങ്ങനെ ഒരു എക്സ്പ്രഷൻ നോക്കുമല്ലോ. അങ്ങനെ അജിൻസ് നോക്കിയിട്ടുണ്ട്. ഞാൻ ശരിക്കും പറഞ്ഞ ഒറ്റയ്ക്കായിരുന്നു ആ സമയത്ത്, സ്ക്രീൻ ചെയ്യുന്ന സമയത്ത്. ഞാൻ ആൾക്കാരെ ഇടയ്ക്കിടയ്ക്ക് നോക്കണ്ടേ, അപ്പൊ അവര് ഫുൾ ഫോക്കസ്ഡ്, ആത്മനിർവൃതി. അതെ, സിനിമയിൽ കാണുന്ന പോലെ തന്നെ ആ ഒരു സന്തോഷം നമുക്ക് ഉണ്ടായി. ആൾക്കാരുടെ മുഖത്തേക്ക് നോക്കുമ്പോ അവരും ഭയങ്കര ശ്രദ്ധയോടെ കാണുമ്പോൾ നമുക്കൊരു സന്തോഷം. അപ്പൊ അതിന് മുന്നേ അജിൻസിനെ കണ്ടിട്ട് മൈൻഡ് ചെയ്യാത്ത കുറച്ച് ആൾക്കാരുണ്ടെന്ന് വിചാരിക്കാം. ഇത് കഴിഞ്ഞതിന് ശേഷം മൈൻഡ് കൂടിയതായിട്ട് തോന്നിയില്ല? ഇല്ല, അങ്ങനെ ഒരു ഇതുണ്ടായിട്ടില്ല. എല്ലാവരും നല്ല സപ്പോർട്ടീവ് ആയിരുന്നു. നമ്മള് പാവട്ടിനെ സംബന്ധിച്ച് അങ്ങനെ ഒരു ഗുണമുണ്ട് നമുക്ക്. നമ്മളെപ്പോഴും സപ്പോർട്ട് ചെയ്യുന്ന, അതായത് കലാകാരന്മാരെ നല്ലോണം സപ്പോർട്ട് ചെയ്യുന്ന പാവട്ടിയുള്ള ആൾക്കാരാണ് എനിക്ക് തോന്നിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ പാവട്ടിയിൽ ഒരുപാട് കലാസംഘടനകളിൽ അജിൻസൻ വളരെ സജീവമാണെന്ന് എനിക്ക് മനസ്സിലായിട്ടുണ്ട്. ഏതൊക്കെ സംഘടനകളിലാണ് അജിൻസൻ വളരെ സജീവമായിട്ട്? ഞാൻ വന്നത് തന്നെ ടീം 0 ആ ഒരു സംഘടന ബാനറിലായിരുന്നു. പിന്നെ അതിനുശേഷം പാപ്പ ഫ്രെയിംസ് വന്നു, സ്റ്റോറീസ് കഫേ വന്നു. അങ്ങനെ ഒരു ഇതിലാണ് ഇപ്പോ എല്ലാറ്റിലും. ഞാൻ അജിൻസിനെ പരിചയപ്പെട്ടത്, എന്നെ നമ്മുടെ സുഹൃത്തായിട്ടുള്ള ലിജോ കേസ് ആണ് അജിൻസിനെ പരിചയപ്പെടുന്നത്. ആദ്യമായിട്ട് ഇത് അജിൻസൻ ആക്ടർ എന്ന് പറഞ്ഞിട്ടാണ് എന്നെ പരിചയപ്പെടുത്തിയിട്ടില്ലേ. അപ്പൊ ഞാൻ അന്ന് അജിൻസനെ എന്ന് പരിചയപ്പെട്ടു, അന്ന് മുതൽ എന്റെ മനസ്സിൽ അജിൻസൻ ആക്ടറാണ്. ഞാൻ തന്നെ അജിൻസനെ വെച്ചിട്ട് കുറെ കഥകൾ ആലോചിച്ചിട്ടുണ്ട്. കാരണം ഇപ്പൊ ഈ സത്യസഞ്ചാരിയുടെ ഒരു ക്ലിപ്പ് ഞാൻ കണ്ടു. വളരെ മനോഹരമായിട്ട് പ്രൊഫഷണൽ ആർട്ടിസ്റ്റുകളെ അനുസ്മരിപ്പിക്കുന്ന തരത്തിലാണ് അജിൻസൻ ചെയ്തിട്ടുള്ളത്. ആ ക്രൂ തീർച്ചയായിട്ടും അതിനെ സഹായിച്ചിട്ടുണ്ടാവില്ലേ? തീർച്ചയായിട്ടും. അതിൽ അഭിനയിച്ചിട്ടുള്ള ആളുകളാണെങ്കിലും അതിന്റെ ഡയറക്ടറെ കുറിച്ച് പറയാണ്ടിരിക്കാൻ പറ്റില്ല. നല്ലൊരു വ്യക്തിയായിരുന്നു. വിശാൽ ചാക്കോ എന്നാണ് ആളുടെ പേര്. ആള് മുന്നേ ആഡും കാര്യങ്ങളൊക്കെ ധാരാളം ചെയ്തിട്ടുള്ള എക്സ്പീരിയൻസ്ഡ് സൈഡാണ്. പക്ഷെ ആള് ചില ക്യാരക്ടർ വൈസ് നോക്കി കഴിഞ്ഞാൽ നല്ല രീതിയിൽ നമ്മൾ പെരുമാറ്റം. ഒരു ആക്ടർ ആണെങ്കിൽ പോലും ആ ആക്ടറിനല്ല, നമ്മളൊക്കെ ബേസിക് ആയിട്ട് വരുന്നുള്ള ആൾക്കാരാണ്. പക്ഷെ നമ്മളെന്തെങ്കിലും തെറ്റ് വന്നാൽ പോലും നല്ല രീതിയിൽ നമ്മളും സംസാരിക്കുക. അതുപോലെ തന്നെ ഒപ്പം ഉണ്ടായിരുന്ന ക്രൂ എന്ന് പറഞ്ഞാലും നല്ല എറണാകുളം ബേസുള്ള ആക്ടേഴ്സ് ഒക്കെ തന്നെയായിരുന്നു. അത്യാവശ്യം പ്രൊഫഷണൽ ആർട്ടിസ്റ്റുകളുടെ കൂടെ അഭിനയിക്കാനുള്ള ഒരു വലിയൊരു അവസരമായിരുന്നു അത് പറഞ്ഞു കഴിഞ്ഞാല്. അപ്പൊ അവരുടെ ഒപ്പം അഭിനയിച്ചപ്പോ അവര് ആക്ടിങ്ങിൽ ചെയ്യേണ്ട ബേസിക് ആയിട്ടുള്ള കുറെ കാര്യങ്ങളെ കുറിച്ചൊക്കെ പറഞ്ഞു തന്നു. അതൊക്കെ നമുക്ക് ഭയങ്കര ഒരു എക്സ്പീരിയൻസ് തന്നെയായിരുന്നു. തീർച്ചയായിട്ടും. അപ്പൊ എനിക്ക് തോന്നുന്നു ഇനി അജിൻസിനെ ചിലപ്പോ നാളെ സിനിമയിൽ കണ്ടേക്കാം. അങ്ങനെ ആവട്ടെ എന്ന് വിചാരിക്കാം. സിനിമകളിലൊക്കെ ട്രൈ ചെയ്യുന്നുണ്ടോ? ഇപ്പോ നമുക്കിപ്പോ വർക്കും കാര്യങ്ങളൊക്കെ ഉള്ളത്. പ്രൊഫഷൻ വൈസ് എന്താണ് അജിൻസൻ? ഞാൻ അക്കൗണ്ടന്റ് ആയിട്ടാണ് ഇപ്പോ വർക്ക് ചെയ്യുന്നത്. അക്കൗണ്ടന്റ് ആണ്. വർഷങ്ങളായിട്ട് അക്കൗണ്ടന്റ് ആയിട്ട് വർക്ക് ചെയ്തത്. CMA അല്ലേ കഴിഞ്ഞിട്ടുള്ളത്? ഇന്റർ കഴിഞ്ഞു. അത്യാവശ്യം പഠിപ്പും പരിപാടികളൊക്കെ ഉണ്ട്. അതിന്റെ ഒപ്പം തന്നെ കലാപ്രവർത്തനം ഉണ്ട്. ഒരു സകലകല വല്ലഭനാണെന്ന് പറഞ്ഞാൽ വലിയ തെറ്റില്ല. ഇല്ല, അങ്ങനെയല്ല. നമ്മള് പരമാവധി നമുക്ക് വർക്ക് ഇമ്പോർട്ടന്റ് ആണ്. അതോടൊപ്പം തന്നെ അതൊരു സ്ട്രെസ് റിലീഫ് എന്നുള്ള ഒരു പോയിന്റ് കൂടി കാണുന്നു. അതെ, നമ്മൾ ഒഴിവിട്ടുന്ന ഒരു സമയം നമുക്ക് കലയ്ക്ക് വേണ്ടി മാറ്റി വെക്കാന്ന് പറയുന്നത് വലിയൊരു കാര്യം തന്നെയാണ്. അപ്പൊ അത് മാത്രല്ല, നമ്മൾ ആ സമയം കലയ്ക്ക് വേണ്ടി മാറ്റി വെക്കുകയും അതിന് അപ്രിസിയേഷൻ കിട്ടുകയും ചെയ്യുമ്പോൾ, എഫേർട്ടിന് അപ്രിസിയേഷൻ കിട്ടുമ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷവും കാര്യങ്ങളും സന്തോഷമുണ്ട്. ഞാനൊരു കാര്യം ചോദിക്കട്ടെ, എന്നിങ്ങനെ അഭിനയിച്ചു നടന്നാൽ മതിയാ? കുറച്ച് സംവിധാനവും കുറച്ച് ഞാനൊരു എഴുത്തൊക്കെ വേണ്ടേ? ഡയറക്ഷൻ പടം ചെയ്തിട്ടുണ്ട്, സൂയിസൈഡ് നോട്ട്. സൂയിസൈഡ് നോട്ട് ഞാൻ സൂയിസൈഡ് നോട്ട് അല്ലേ? സൂയിസൈഡ് നോട്ട്. അപ്പോ അന്ന് ലിജാട്ടൻ
നമ്മുടെ ഉം. ഈ ഷോർട്ട് ആശാൻ ആശാൻ അത് ആളെ കുറിച്ച് പറയാണ്ട് നമ്മുടെ കഥ ആ കഥ പൂർണ്ണമാവില്ല. അതെ. അപ്പൊ പുള്ളിയാണ് എന്നെ ഈ സിനിമയ്ക്കും കാര്യങ്ങൾക്കൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. ആ. അപ്പൊ ആള് നിർബന്ധം പറഞ്ഞിട്ടുണ്ടായിരുന്നു എങ്ങനെ ഇപ്പൊ അഭിനയം ഓക്കെയാണ്, അഭിനയം ഓക്കെ മീൻസ് നമ്മൾ അഭിനയിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്, പക്ഷെ അതിനപ്പുറത്തേക്ക് ഒരു ഡയറക്ടർ ആയി നോക്കി നോക്ക്, ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുന്നൊക്കെ പറഞ്ഞിട്ട് അന്ന് ഞാൻ ചെയ്തൊരു ഇതായിരുന്നു സൂയിസൈഡ് നോട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാല്. അന്നേരം കൊറോണ സമയത്തായിരുന്നു. അപ്പോ അധികം ആൾക്കാരെ ഉപയോഗിച്ച് ചെയ്യാനൊന്നും പറ്റില്ല. അപ്പൊ എന്റെ വീട്ടിൽ തന്നെ പരിമിതികളുണ്ടായിരുന്നു. അതെ, പരിമിതികളുണ്ടായിരുന്നു. അപ്പൊ അനിയനൊക്കെ വെച്ചിട്ട് ഞാന്, അനിയൻ, പിന്നെ ക്യാമറയ്ക്ക് വേണ്ടിട്ട് ലിജോട്ടൻ തന്നെ വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെയാണ് ആ ഒരു സൂയിസൈഡ്. അടുത്ത് തന്നെ വേറൊരു ഡയറക്ഷൻ അറ്റംപ്റ്റ് ഉണ്ടാവോ? ചാൻസ് കുറവാണ്. പക്ഷെ ഡയറക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് എന്നെ സംബന്ധിച്ച് കുറച്ച് ബുദ്ധിമുട്ടുള്ളതായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. കാരണം ഡയറക്ഷൻ കുറെ സ്കില്ലുകൾ വേണമെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. കാരണം കമ്മ്യൂണിക്കേഷൻ സ്കില്ലായാലും കോർഡിനേഷൻ സ്കില്ല്, അങ്ങനെ അത്യാവശ്യം ക്ഷമയും കാര്യങ്ങളൊക്കെ വേണം. അല്ല, ഒരു കാര്യം ഉറപ്പാ, അത്യാവശ്യം സംസാരിക്കാനുള്ള സ്കില്ല് അജിൻസിനുണ്ട്. ഞാൻ പൊതുവെ അങ്ങനെ സംസാരിക്കുന്ന കൂട്ടത്തിലല്ല. പക്ഷെ ഞാൻ ഇത്ര നേരിട്ട് അജിൻസിനായിട്ട് സംസാരിക്കുമ്പോൾ ഒരു പ്രത്യേക ഒരു എനർജി അജിൻസിന്റെ ഭാഗത്തുനിന്ന് വരുന്നുണ്ട്. അത് വളരെ വളരെ മനോഹരമായിട്ട് സംസാരിക്കുന്ന ഒരു അജിൻസനാണ്. അതെ, അത് കേൾക്കുമ്പോൾ സന്തോഷമാണ്. കാരണം ഞാൻ അങ്ങനെ ഒരു പുതിയ കൂടി ടൈപ്പ് എന്നാണ് പൊതുവെ എല്ലാവരും പറയാറുള്ളത്. അപ്പൊ ഇങ്ങനെ ഒരു അതുപോലെ ഇപ്പൊ സത്യസഞ്ചാരിയിലെ ഞാൻ ആ ക്ലിപ്പ് കണ്ടപ്പോഴായാലേ അജിൻസിന്റെ ഒരു ക്യാരക്ടർ കൃത്യമായിട്ട് ഉൾക്കൊണ്ടുകൊണ്ട് പ്രസന്റ് ചെയ്യാനുള്ള ഒരു പ്രത്യേക ശേഷി എനിക്ക് തോന്നുന്നുണ്ട്. ഒരു യുണീക്നെസ് അജിൻസിന്റെ അഭിനയത്തിൽ തോന്നി. അങ്ങനെ ഒരു അഭിപ്രായം, ഇത് ഞാൻ പറഞ്ഞതുപോലെ ഒരു അഭിപ്രായം മറ്റുള്ള ആളുകളും പറഞ്ഞിട്ടുണ്ടാവുമല്ലോ. സത്യസഞ്ചാരിയിൽ ഞാൻ പറഞ്ഞല്ലോ, ഈ കാസ്റ്റ് ഒപ്പം വന്ന് അഭിനയിക്കുന്നവരുടെ ആ ഒരു ഇമ്പാക്ട് വളരെ ഭയങ്കരമായിട്ട് നമ്മളിലേക്കും അത് ആ പ്രസരിപ്പ് പടരാന്ന് പറയണ പോലെ. അതെ. അപ്പൊ ഞാൻ ആലോചിച്ചാൽ അവരുടെ ഒപ്പം പിന്നെയും അഭിനയിക്കാൻ പറ്റിയില്ലല്ലോ എന്നൊരു പ്രശ്നമാണ് പിന്നെ ഉണ്ടായിരുന്നത്. കാരണം അവര് അത്രയും സ്കിൽഡ് ആയിട്ടുള്ള കുറച്ചുകൂടി നമ്മളെക്കാട്ടും ബെറ്റർ ആയിട്ട് അവര് അവരുടെ പേഷ്യൻസ് പുറത്തെടുക്കുന്നുണ്ട്. അപ്പൊ അതനുസരിച്ച് മുല്ലപ്പൂമ്പടി ഏറ്റ് കിടക്കും. അതെ, പോലെ നമ്മളും ഓട്ടോമാറ്റിക് ആയിട്ട് ബെറ്റർ ആവുകയാണ്. പക്ഷെ ഇനിയും എനിക്ക് അജിൻസൻ ചെയ്തിട്ടുള്ള ഏറ്റവും ലാർജ് സ്കെയിൽ ആയിട്ടുള്ള ഒരു പരിപാടി ഇതായിരിക്കില്ല സത്യസഞ്ചാരി തന്നെയാണ്. അപ്പൊ അതല്ലാതെ അജിൻസൻ എന്തൊക്കെ പരിപാടികളാണ് ചെയ്തിട്ടുള്ളത്? അത് എപ്പോഴും മെയിൻ ആയിട്ട് ടീം പൂജ്യത്തിന്റെ ഒപ്പം നിന്നിട്ടുള്ള ഷോർട്ട് ഫിലിമുകൾ തന്നെയാണ്. അതില് പ്രധാനമായിട്ടും മടക്കയാത്ര, അതുപോലെ തന്നെ ഒരിടം, പിന്നെ ഇവനെ പോലെ ആയിരുന്നെങ്കിൽ, അതുപോലെ ക്രൂവിന്റെ ഭാഗമായിട്ടും ഒരു ഭാഗമായിട്ടും അതിൽ ഉൾപ്പെടാനായിട്ട് സാധിച്ചിട്ടുണ്ട്. ക്ലൂവിൽ എനിക്ക് തോന്നുന്നത് ഒരു പോലീസുകാരനായിട്ട് ചെറിയൊരു വേഷമാണ്. പക്ഷെ എന്നെ സംബന്ധിച്ച് ഏറ്റവും ചെറിയ വേഷങ്ങളായാലും നമ്മൾ ആസ്വദിച്ച് ചെയ്യാൻ പറയുന്നത് വലിയൊരു പോയിന്റ് ആണ്. അപ്പൊ അജിൻസിന് അത് സാധിക്കുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പൊ അജിൻസിന്റെ മുഖത്ത് ആ ചിരി കണ്ടാൽ നമുക്കറിയാം അജിൻസൻ ആക്ടിങ് എന്ന് പറയുന്ന ഒരു സംഭവം, അല്ലെങ്കിൽ അതിനെ കുറിച്ച് സംസാരിക്കുമ്പോൾ അജിൻസന്റെ മുഖത്ത് വരുന്ന ഒരു തെളിച്ചം, അത് വളരെ ഇപ്പൊ എനിക്കത് പെട്ടെന്ന് കാണാനുണ്ട്. അതിനെ കുറിച്ച് സംസാരിക്കുമ്പോൾ അജിൻസന്റെ കയ്യിലൊരു ഉള്ളിലൊരു ഊർജ്ജമുണ്ട്. അതെ, നമുക്ക് എല്ലാവർക്കും ആക്ട് ചെയ്യാനുള്ള താല്പര്യം ഉണ്ടായിരിക്കും, പക്ഷെ നമുക്ക് അതിനൊരു അവസരം കിട്ടി, അതാണ് കാരണം. സത്യസഞ്ചാരിയുടെ പറഞ്ഞ പോലെ പ്രീമിയർ ഇപ്പൊ ഒരു ബിഗ് സ്ക്രീനിൽ അവിടെ കാണിക്കുകയുണ്ടായി. എത്ര എപ്പിസോഡുകളില് അജൻസന്റെ സജീവ സാന്നിധ്യം ഉണ്ട്? ഇല്ല, ഞാന് മെയിൻ ആയിട്ടും രണ്ടാമത്തെ എപ്പിസോഡിലാണ് കൂടുതലുള്ളത്. അച്ഛന്റെ ചെറുപ്പം കാലഘട്ടത്തിൽ ഉള്ളതാണ്. അല്ലെ അച്ഛന്റെ ബ്രദറായിട്ട് അപ്പൊ കഥാപരമായിട്ട് നമ്മൾ നോക്കുകയാണെങ്കിൽ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ക്യാരക്ടർ തന്നെയാണ്. അതെ. ആ ഒരു ഇതിൽ അഭിനയിക്കാൻ വീട്ടുകാരൊക്കെ നല്ല ഹാപ്പി ആയിരുന്നു. ബന്ധുക്കളൊക്കെ വിളിച്ച് പറയാറുണ്ട്. പിന്നെ ഞാനിപ്പോ അതുപോലെ ജോലി സ്ഥലത്ത് ഉള്ള ആളുകളൊക്കെ ഭയങ്കര സപ്പോർട്ടാണ്. ഇത് കാരണം അവര് വെയിറ്റിംഗിലാണ്. അവര് പറഞ്ഞ ലിങ്ക് അയച്ചാൽ എപ്പോഴും അങ്ങനെ ഭയങ്കര സപ്പോർട്ടാണ് എപ്പോഴും നമുക്ക് ഉണ്ടാവാറുണ്ട്. സപ്പോർട്ടാണ്. നമ്മള് അവിടെ വർക്ക് ചെയ്യുമ്പോ ഒരു കാണുന്ന ഒരാളല്ലല്ലോ, പിന്നെ സ്ക്രീനിൽ വരുമ്പോ അവർക്ക് ഒരുപാട് സന്തോഷമുണ്ട്. അപ്പൊ എന്തായാലും സത്യസഞ്ചാരി വിജയകരമായിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അജിൻസൻ തുടരും എന്ന് പറഞ്ഞു വെക്കാം നമുക്ക്. അജിൻസന്റെ കലാപ്രവർത്തനം തുടരും എന്ന് പറഞ്ഞു വെക്കാം. അപ്പൊ തീർച്ചയായിട്ടും കൂടുതൽ ഉയരങ്ങളിലേക്ക് അജിൻസൻ എന്ന കലാകാരൻ പോട്ടെ. ഞങ്ങളത് കണ്ട് ഞങ്ങളും കുറെ സന്തോഷിക്കട്ടെ. അപ്പൊ തീർച്ചയായിട്ടും ചുരുങ്ങിയൊരു സമയമാണെങ്കിലും വളരെ എനർജിയോട് കൂടിയിട്ട് എന്നോട് സംസാരിച്ചതിൽ വളരെയധികം സന്തോഷം. എനിക്കും പ്രത്യേകം നന്ദി പറയാനുണ്ട്. കാരണം ഇങ്ങനെ ഒരു പോഡ്കാസ്റ്റിംഗ് ആദ്യമായിട്ടാണ്. തീർച്ചയായിട്ടും നമ്മളും ഇതുപോലുള്ള കലാകാരന്മാരെ സമൂഹത്തിന് മുന്നിലേക്ക് എത്തിക്കണം എന്നുള്ള ഒരു ഉദ്ദേശത്തോടു കൂടി ചെയ്തിട്ട് ഞങ്ങൾക്ക് കിട്ടിയിട്ടുള്ള ഗസ്റ്റുകളും അടിപൊളിയാണ്. അജിൻസനായാലും ബാക്കിയുള്ളവരായാലും അടിപൊളിയാണ്. അപ്പൊ എല്ലാം ഉഷാറാവട്ടെ. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു.